വേറെ ഒന്നും പറയില്ല, നമ്മുടെ കയ്യിലെ രോമാഞ്ചം ഉന്നയിച്ചിരിക്കുകയാണ് ഇന്നത്തെ കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് തെലുങ്ക് വാരിയേഴ്സ് മാച്ച് കണ്ടതിന് ശേഷം. സെക്കൻഡ് ഇന്നിംഗ്സ് കേരള സ്ട്രൈക്കേഴ്സിന് വെറും 76 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ആ ഒരു 76 റൺസ് എന്ന ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് കേരള സ്ട്രൈക്കേഴ്സ് തെലുങ്ക് വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ടീമിനെതിരെ ഒരു വിജയം കരസ്ഥമാക്കി. നമ്മൾ 2017 CCLന്റെ ഫൈനലിൽ തെലുങ്ക് വാരിയേഴ്സിനെതിരെ പരാജയപ്പെട്ടതിന് ശേഷം ഇന്നേ വരെ CCL വിജയിച്ചിട്ടേ ഇല്ല. അതിനുശേഷം അതായത് 7 മാച്ചുകൾക്ക് ശേഷം കേരള സ്ട്രൈക്കേഴ്സ് ആദ്യത്തെ മാച്ച് വിജയിക്കുകയാണ്, അതും അന്ന് പരാജയപ്പെടുത്തിയ തെലുങ്ക് വാരിയേഴ്സിനെതിരെ തന്നെ. ആരാണോ കേരള സ്ട്രൈക്കേഴ്സിന്റെ പരാജയ കുതിപ്പിന് തുടക്കമിട്ടത് ആ ഒരു ടീമിനെതിരെ തന്നെ വിജയം കരസ്ഥമായി. എനിക്ക് പറയേണ്ടത് സെക്കൻഡ് ഇന്നിംഗ്സിലെ ബോളിംഗ് ആയിരുന്നു, വേറെ ലെവൽ ബോളിംഗ് ആയിരുന്നു. അരുൺ ബെന്നി ആണെങ്കിലും സഞ്ജു ശിവരാമനാണെങ്കിലും പ്രശാന്ത് അലക്സാണ്ടർ ആണെങ്കിലും വിവേക് ഗോപൻ ആണെങ്കിലും ബിനേഷ് കൊടിയേരി ആണെങ്കിലും ഇവരെല്ലാം വേറെ ലെവൽ ബോളിംഗ്. അവസാന ബോൾ വേണ്ടിയിരുന്നത് 6 ബോളിൽ 11 റൺസ് ആയിരുന്നു. ആ ഒരു ഓവർ എറിയാൻ എത്തിയത് പ്രശാന്ത് അലക്സാണ്ടർ ആയിരുന്നു. ആ ഒരു ഓവറിന്റെ തുടക്കത്തിൽ നമ്മുടെ കയ്യിലായിരുന്നു കളി വിചാരിച്ചു, അതായത് 2 ബോളിൽ 2 വിക്കറ്റ്. അവസാനം പ്രശാന്ത് അലക്സാണ്ടർ 2 വൈഡുകൾ എറിഞ്ഞു. ആ ഒരു വൈഡ് വന്നപ്പോൾ വിചാരിച്ചു നമ്മുടെ കളി കയ്യിൽ നിന്ന് പോയെന്ന്. കാരണം ആ ഒരു 2 വൈഡുകൾക്ക് ശേഷം 3 ബോളിൽ 8 റൺ എന്നൊരു സ്ഥിതിയായി. വീണ്ടും കളി കയ്യിൽ നിന്ന് പോയിന്ന് ഉറപ്പായി. കാരണം 3ാമത്തെ ബോൾ ഒരു 6 ആദർശ് അടിച്ചു. അതോടെ 2 ബോളിൽ 2 റൺ സുഖമായിട്ട് അവരെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. അവസാനത്തെ 2 ബോൾ വൈഡാന്ന് വിചാരിച്ച് ആദർശ് ലീവ് ചെയ്തു. അതോടുകൂടി കളി നമ്മൾ വിജയിച്ചു. അവസാനത്തെ ബോൾ 1 റൺ അവർക്ക് അനായാസമായിട്ട് എടുക്കായിരുന്നു. ഇത് രാജീവ് പിള്ളയുടെ കൈ കിട്ടിയ ബോൾ രാജീവ് പിള്ള സ്റ്റംപ് ചെയ്യുകയായിരുന്നു. പക്ഷേ പ്രിൻസ് കുറച്ചുകൂടെ നേരത്തെ ഓടി നിന്നിരുന്നെങ്കിൽ ആ ഒരു റൺ കംപ്ലീറ്റ് ആക്കായിരുന്നു. പക്ഷേ രാജീവ് പിള്ള പറന്നു വന്നൊരു സ്റ്റംപ് ചെയ്യുകയായിരുന്നു. അതോടെ നമ്മളങ്ങ് കളി ജയിച്ചു. സോ ഒരു രോമാഞ്ചിഫിക്കേഷൻ മാച്ചായിരുന്നു, ഒന്നും പറയാനില്ല. ഇതുപോലത്തെ മാച്ചസാണ് ആര് വിജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും ഇതുപോലത്തെ മാച്ചസാണ് ഈ ഒരു ഫോർമാറ്റിലൊക്കെ ആവശ്യം. കാരണം അവസാനം വരെ ത്രില്ലിംഗ് ആയിട്ട് നടത്തുന്ന ഒരു മാച്ച്. സോ കേരള സ്ട്രൈക്കേഴ്സ് വിജയിച്ചത് വളരെയധികം സന്തോഷം. തുടർന്ന് നമ്മൾ ഈ ഒരു കളിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.